ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നാളെ CA ഇൻ്റർമീഡിയറ്റ് എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എവിടെ എത്തി, അത് കംപ്ലീറ്റ് ആയോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, അതിന് ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല. ഓരോരുത്തരും അവരുടേതായ രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, ആ രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് നിങ്ങൾക്ക് 3 പേഴ്സ്പെക്റ്റീവാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്ന്, സ്റ്റുഡൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ. ഞാൻ 5 വർഷം ഈ ഒരു കോഴ്സ് പഠിച്ച ആളാണ്. സോ അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയത്. പിന്നീട് ഞാനൊരു 6 വർഷം ഒരു ഫാക്കൽറ്റി ആയിട്ട് ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു ഫാക്കൽറ്റി പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരും. അൾട്ടിമേറ്റ്ലി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിങ്ങളുടെ പേപ്പർ വാല്യൂ ചെയ്യാൻ പോകുന്നത്. സോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ICAI എങ്ങനെയാണ് നിങ്ങളുടെ പേപ്പർ വാല്യൂ ചെയ്യുന്നത് എന്നുള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂ കൂടി ഞാൻ നിങ്ങൾക്ക് തരാം. ഫസ്റ്റ് ഓഫ് ഓൾ, CA ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം ആയിരുന്നു എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻറ്റ്. ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സിൽ പറയാറുണ്ട്, ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ഫൈനലോ അല്ല നമ്മുടെ ലൈഫ് മൊത്തത്തിൽ മാറ്റിമറിക്കുന്നത്, നമ്മളൊരു പ്രൊഫഷണൽ ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് ഈ പറയുന്ന ഇൻ്റർമീഡിയറ്റ് എക്സാമാണ്. കാരണം ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആർട്ടിക്കിൾഷിപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിലെ ഫസ്റ്റ് എക്സാമായ അക്കൗണ്ട്സ് എന്ന് പറയുന്ന എക്സാം നാളെ നിങ്ങൾ അപ്പിയർ ചെയ്യാൻ പോവാണ്. സോ എല്ലാ എക്സാം കഴിഞ്ഞിട്ടും, അപ്പോൾ ഞാൻ ഒരു 10 years ബാക്ക് CA ഇൻ്റർമീഡിയറ്റ് എക്സാം എഴുതിയ ഒരു വ്യക്തിയാണ്. ആ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സുഹൃത്തിനെ ഇതേപോലെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞത്, ഞാനിത് നിർത്താണ്, അക്കൗണ്ട്സ് എനിക്ക് ഭയങ്കര ടഫായിരുന്നു, എക്സാംഷൻ ഉറപ്പിച്ച പേപ്പറായിരുന്നു, പക്ഷേ എക്സാം എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൻ നിർത്തിയ ഒരു മട്ടിലായിരുന്നു. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ അവനോട് സംസാരിച്ചു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത അവസാനം നമ്മൾ ആ ഒരു ഗ്രൂപ്പ്, അതേപോലെ തന്നെ ഞാൻ 2 ഗ്രൂപ്പും എഴുതി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് 4 പേപ്പർ അടങ്ങുന്ന ഗ്രൂപ്പ് 1 അവനക്ക് 3 എക്സംഷൻ കിട്ടിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പേപ്പർ അക്കൗണ്ട്സിനും എക്സംഷൻ ആയിരുന്നു. നിങ്ങളോട് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പറയാൻ പോകുന്ന കാര്യം, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ബേസ് ചെയ്തിട്ടല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് മാർക്ക് ഇടാൻ പോകുന്നത്. ICAIയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് മാർക്ക് ഇടാൻ പോകുന്നത് നിങ്ങളുടെ ആൻസേഴ്സിനാണ്. 3 മണിക്കൂറിൽ നിങ്ങൾ എത്രത്തോളം നല്ല രീതിയിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസും കവർ ചെയ്യണം. ആവറേജ് ആൻസേഴ്സ് ഉണ്ടായിക്കോട്ടെ, പെർഫെക്റ്റ് ആൻസേഴ്സ് തന്നെ ഉണ്ടാവണം എന്നൊന്നുമില്ല. മോർ ആവറേജ് ആൻസേഴ്സ് ആർ ബെറ്റർ ദാൻ ലെസ് ബെസ്റ്റ് ആൻസേഴ്സ്, ലെസ് പെർഫെക്റ്റ് ആൻസേഴ്സ് എന്ന് പറയാറുണ്ട്. സോ ഈ 3 മണിക്കൂർ ടൈമിന് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് കഴിഞ്ഞ എക്സാമിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാം, സെപ്റ്റംബർ എക്സാമിന് ഏറ്റവും കൂടുതൽ കുട്ടികൾക്കുണ്ടായിരുന്ന ഒരു പ്രശ്നം, ഈവൻ റാങ്ക് ഹോൾഡർ അടക്കം പറഞ്ഞൊരു കാര്യം, അക്കൗണ്ട്സ് എക്സാമിൻ്റെ ടൈം മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഇഷ്യൂ കൂൾ ഓഫ് ടൈം കഴിഞ്ഞിട്ട് ഈ പറയുന്ന ക്വസ്റ്റ്യൻ ബുക്ക് ഉണ്ടല്ലോ, അത് ഫില്ല് ചെയ്യാനുള്ള ഒരു ടൈമാണെന്നാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, യു ഹാവ് ടു ബി പ്രിപ്പയർഡ്. നിങ്ങൾക്ക് ഏകദേശം നെറ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ എവിടെ നിന്നാണെങ്കിലും നിങ്ങളുടെ ICAIയുടെ എക്സാം പേപ്പറിൻ്റെ ഫസ്റ്റ് പേജ് കാണാൻ പറ്റും. അത് നിങ്ങൾ റോൾ നമ്പർ, അതേപോലെ തന്നെ പേപ്പർ നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യണം. അതൊക്കെ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം, പ്രിപ്പയർഡ് ആയിട്ട് തന്നെ നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോവാം. 1:45 എക്സാം എങ്കിൽ അതിന് വെൽ ഇൻ അഡ്വാൻസ്. നാളെ ഫസ്റ്റ് എക്സാം ആണ്, ചിലപ്പം സെൻറ്റേഴ്സ് മാറിയിട്ടുണ്ടാവും. പല കുട്ടികളും അപ്ലൈ ചെയ്ത സെൻറ്ററിലല്ല അവർക്ക് കിട്ടിയത്. അതുകൊണ്ട് ഒരു 12:30 മണിക്കേക്ക് തന്നെ നിങ്ങൾ സെൻറ്ററിലേക്ക് എത്താൻ ശ്രമിക്കുക. സെൻറ്ററിൽ എത്തിയിട്ട് നിങ്ങളെ ക്ലാസ് റൂം ഏതാണെന്നുള്ളതൊക്കെ ഒന്ന് അന്വേഷിച്ച് വെക്കുക. കാര്യം അവസാന സമയത്ത് ഞാൻ പല എക്സാമുകളിലും കണ്ടിട്ടുണ്ട്, 1:30 കഴിഞ്ഞ് 1:45 കഴിഞ്ഞ് 2 മണി കഴിഞ്ഞ് 2:15 വരെ ചില എക്സാം ഹാളുകൾ അഡ്മിറ്റ് ചെയ്യുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് കുട്ടികൾ 2:10 2:15 വരുന്നൊരു പ്രവണത ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ. അതൊരു മൊത്തം പേപ്പർ മാത്രമല്ല, നിങ്ങളുടെ നാളത്തെ എക്സാമിൻ്റെ ആദ്യത്തെ കുറച്ച് മിനിറ്റുകൾ വളരെ പരമപ്രധാനമാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ലേറ്റ് ആവാതെ എക്സാം ഹാളിലേക്ക് എത്തുക. നിങ്ങളുടെ ഹാൾ ടിക്കറ്റ്, ഒരു ID പ്രൂഫ്, കാൽക്കുലേറ്റർ, പെൻ, ഇങ്ങനെയുള്ള ആക്സസറീസ് ഒന്നും മറക്കാതിരിക്കുക. അക്കൗണ്ട്സ് എക്സാം ആണ്. ഒബ്വിയസ്ലി ഈ എക്സാം കഴിഞ്ഞിട്ട് എല്ലാ കുട്ടികളും, മെജോറിറ്റി സ്റ്റുഡൻസും പറയുന്നൊരു കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ടൈം മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഫൈനൽ എക്സാം അപ്പിയർ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഒരു 45 മിനിറ്റ്സിൽ എനിക്ക് അപ്പിയർ ചെയ്യാൻ പറ്റിയത് വെറും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എനിക്ക് അറിയാവുന്നത് കൊണ്ട് അത് ഞാൻ എഴുതി തുടങ്ങി. പിന്നെ അതിൽ കറക്ഷൻ വന്നു, പിന്നെയും കറക്റ്റ് ചെയ്ത് അവസാനം 45 മിനിറ്റ് കൊണ്ടാണ് 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് അറ്റൻഡ് ചെയ്ത് തീർക്കാൻ പറ്റിയത്. നിങ്ങൾക്കും ഇതേ അനുഭവം ഉണ്ടാവാം. എന്ന് വെച്ച് അതേ ഫൈനൽ എക്സാമിന് ഞാൻ പാസ്സായിട്ടുണ്ട്, ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ടുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അഥവാ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നാം, ആദ്യത്തെ ഒരു അരമണിക്കൂറും അല്ലെങ്കിൽ 45 മിനിറ്റും 1 മണിക്കൂറിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ കുറഞ്ഞതേ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമായിരിക്കുള്ളൂ. എന്നാൽ പോലും പിന്നീടുള്ള 2 മണിക്കൂർ നന്നായിട്ട് നിങ്ങൾ പുഷ് ചെയ്യുക. പുഷ് വെൽ ടിൽ ദ ലാസ്റ്റ് മിനിറ്റ് ഓഫ് യുവർ എക്സാം. മാത്രമല്ല, വെരി ഇമ്പോർട്ടൻ്റ്ലി മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ആൻസർ പേപ്പറിലെ ഫസ്റ്റ് പേജിൽ കുറിക്കാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ആ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമിൽ ഏത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം എന്നതോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യരുത് എന്നുള്ളത്. നമുക്കറിയാമല്ലോ, 5 ക്വസ്റ്റ്യൻസിൽ ഇപ്പോൾ 4 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ 6 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ 5 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടതെങ്കിൽ, ആ ഒരു ക്വസ്റ്റ്യൻ ഏതാണെന്നുള്ള ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈമിൽ കിട്ടും. അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. മാത്രമല്ല, ആ 15 മിനിറ്റ് തന്നെ ഏത് ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലെങ്കിൽ ഏത് ആൻസർ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക, അത് വെച്ചിട്ട് പ്രസൻറ്റ് ചെയ്യുക. പല കുട്ടികളുടെയും സർട്ടിഫൈഡ് കോപ്പീസ് നോക്കിയൊരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുകയാണ്. എൻ്റേതടക്കം എൻ്റെ പേപ്പർ ഞാൻ പണ്ട് സർട്ടിഫൈഡ് കോപ്പി എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായത്, ആദ്യത്തെ 20 മാർക്കിൽ എനിക്ക് 19 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ദാറ്റ് മേക്സ് എ ഗുഡ് ഇംപ്രഷൻ. സോ ആദ്യം നിങ്ങൾ ഏത് ആൻസർ ആണോ എഴുതാൻ പോകുന്നത് എന്നുള്ളത് ആ 15 മിനിറ്റിൽ തീരുമാനിക്കുക.
ആ ഒരു ആൻസറായി ബന്ധപ്പെട്ട മാക്സിമം എഫേർട്ട് ആ 15 മിനിറ്റിൽ ഇടുക. അതിനോടൊപ്പം തന്നെ ഏത് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം ഒരു ഐഡിയ മാത്രം ഉണ്ടായാൽ മതി. ഒരു കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും മൊത്തം നോക്കി തീർക്കണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾ ആദ്യത്തെ ഒരു 20 മിനിറ്റ് അരമണിക്കൂർ ആ ഒരു അത്രയും നല്ല ക്വാളിറ്റിയിലും ടൈം മാനേജ്മെൻറ്റിലും ഏത് ആൻസർ ആണോ പ്രസൻറ്റ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിരിക്കും നിങ്ങളുടെ ടോട്ടൽ മാർക്ക്. എന്നാൽ പോലും ചില കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്, ആദ്യത്തെ 1 മണിക്കൂറിൽ എവിടെ എത്താത്ത പേപ്പർ പിന്നുള്ള 2 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് പുഷ് ചെയ്ത് എഴുതാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ കുട്ടികൾക്കും ഒരു ട്രിഗർ പോയിന്റ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും നമ്മൾ പ്രിപ്പയർ ചെയ്തൊക്കെ മറന്നുപോയി, അല്ലെങ്കിൽ അക്കൗണ്ട്സ് എക്സാം ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചില കോൺസെപ്റ്റുകൾ ഓർമ്മ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് തിയറി പാർട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എക്സാം ഹാളിലും ചില മിറാക്കിൾസ് സംഭവിക്കും. അത് എനിക്കും സംഭവിച്ചിട്ടുണ്ട്, എൻ്റെ കുട്ടികൾക്കും സംഭവിച്ചിട്ടുണ്ട്, ഇനി നിങ്ങൾക്കും സംഭവിക്കും. കാര്യം എക്സാം ഹാളിൽ നിന്ന് മാത്രം സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ചില സമയത്ത് ഒരു ട്രിഗർ വരും, അത് അവിടെ കേട്ടതല്ലേ, അത് ഇന്ന സാർ ഇന്ന സമയത്ത് പറഞ്ഞതല്ലേ, അത് പറയുമ്പോൾ സാർ ഇന്ന കാര്യം അല്ലെങ്കിൽ ഇന്ന കോമഡി പറഞ്ഞതല്ലേ എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങൾക്ക് ഓർമ്മ വന്നിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നല്ല വൃത്തിയിൽ ആ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി എൻ്റെ സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളോട് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ ഈസ് യുവർ ഓൺ പ്രോപ്പർട്ടി, യു ക്യാൻ ടേക്ക് ഇറ്റ് ഹോം. സോ ആ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നീട് മറ്റൊരു കാര്യം, 70 മാർക്ക് ഡിസ്ക്രിപ്റ്റീവും 30 മാർക്ക് MCQ ആണ്. ഫസ്റ്റ് MCQ വെച്ച് തുടങ്ങരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ ഫുള്ളി നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. MCQ എന്ന് പറയുന്നത് നിങ്ങൾ കൂൾ ഓഫ് ടൈമിൽ പോലും തുറക്കരുത്. ഒരു 3:15-3:30 മണി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ MCQ ബുക്കിലെറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിലുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് എന്ത് ചെയ്യാൻ നോക്കുക, വർക്ക് ചെയ്യുക. ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് ഓൾമോസ്റ്റ് MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ പേപ്പർ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഫാക്റ്റ് ഞാൻ പറയട്ടെ, ICയുടെ ഭാഗത്തുനിന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ടൈം ഇത് എഴുതാണോ റിപ്പീറ്റർ ആണോ എന്നൊന്നും അവർക്ക് അറിയില്ല. അവർക്ക് ആകെ അറിയുന്നത് നിങ്ങളുടെ പേപ്പറിലുള്ള കണ്ടൻറ്റാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അവർ മാർക്ക് ഇടാൻ പോകുന്നത്. സോ നിങ്ങൾ റിപ്പീറ്റർ ആണെന്നുള്ള ഒരു എക്സ്ട്രാ ടെൻഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല. ഫസ്റ്റ് ടൈം ആണെന്നുള്ള ഒരു നെർവസ്നെസ്സിൻ്റെ ഒന്നും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ കുറേ മാസങ്ങളും കുറേ വർഷങ്ങളും ഇതിൻ്റെ ബാക്കിൽ ഓൾറെഡി എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ നന്നായിട്ട് ട്രസ്റ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിറാക്കിൾസ് ഹാപ്പൻ ഇൻ ദ എക്സാം ഹാൾ ഓൾസോ. ഞാൻ ഫൗണ്ടേഷൻ ഇൻ്റർ ഫൈനൽ കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ഒരു ലെവലിലേക്ക് എത്തിപ്പെട്ട ഒരാളാണ്. എൻ്റെ സീനിയേഴ്സ് ആയിക്കോട്ടെ, എൻ്റെ ജൂനിയേഴ്സ് ആയിക്കോട്ടെ, എൻ്റെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു ജേണി തുടങ്ങി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ മെജോറിറ്റി ആൾക്കാരും ഇത് ക്ലിയർ ആവില്ല എന്നുള്ള രീതിയിൽ നെക്സ്റ്റ് ടൈം അറ്റൻഡ് ചെയ്ത് തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ക്ലിയർ ആയിട്ടുമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ദിസ് ഈസ് നോട്ട് ദി എൻഡ്. നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അത് സഫീഷ്യൻ്റ് ആണെന്നുള്ളൊരു കോൺഫിഡൻസിൽ തന്നെ പോവുക. ഡു നോട്ട് ബ്ലെയിം യുവർ സെൽഫ്. നിങ്ങൾ ഒരുപാട് ടൈം വേസ്റ്റാക്കി, ഒരുപാട് ക്ലാസ്സുകൾ മിസ്സാക്കി, ഒരുപാട് പോർഷൻസ് നിങ്ങൾ വിട്ടു എന്നുള്ള ഒരു റിഗ്രറ്റ് ആയിട്ടൊന്നും നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ടോ അതിനെ ട്രസ്റ്റ് ചെയ്യുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാം, നിങ്ങളുടെ ഇൻസ്റ്റിങ്ക്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് വരില്ല എന്ന് തോന്നുകയാണെങ്കിൽ 100% അത് വന്നിരിക്കും. അതാണ് സംഭവം, അതാണ് സത്യം. എനിക്കും വന്നിട്ടുണ്ട്, നിങ്ങളിൽ പലർക്കും മുന്നേ ഫൗണ്ടേഷൻ എക്സാമുകളിലൊക്കെ വന്നിട്ടുണ്ടാവും, നിങ്ങളുടെ സീനിയേഴ്സിനൊക്കെ ഈ എക്സാമുകളിലൊക്കെ വന്നിട്ടുണ്ട്. സോ ഏതെങ്കിലും ഏരിയ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അത് ഫസ്റ്റ് ടൈം അത് എത്രയും പെട്ടെന്ന് അത് പഠിച്ച് വെച്ച് അത് ഏകദേശം ഒന്ന് സെറ്റാക്കി വെക്കുക. എക്സാം ഹാളിൽ കയറുന്നതിന് തൊട്ട് മുന്നേ ഒരു ഏരിയ വരുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അത് നോക്കുക. ബിലീവ് ഇൻ യുവർ ഓൺ ഇൻസ്റ്റിക്റ്റ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, എക്സാം ഹാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾ പഠിക്കുകയാണോ അല്ലെങ്കിൽ അവർ എന്താ പറയുക ബാക്കിയുള്ള കുട്ടികളായിട്ട് സംസാരിക്കുകയാണോ ജോലി അടിക്കുകയാണോ ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമില്ല. യു ഹാവ് ടു ബി സെൽഫിഷ് ഇൻ യുവർ ഓൺ വേ. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പഠിക്കാറുണ്ടെങ്കിൽ അത് നിങ്ങൾ ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും മറ്റേതെങ്കിലും വണ്ടിയിലാണെങ്കിലും എക്സാം ഹാളിൽ എത്തിയിട്ടാണെങ്കിലും ക്യാമ്പസിൻ്റെ പുറത്താണെങ്കിലും പഴയ പരിചയം പുതുക്കലോ അല്ലെങ്കിൽ പഴയ ഫൗണ്ടേഷൻ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും +2 മേറ്റിനെ കണ്ടിട്ടുണ്ടാവും. പലരെയും കാണും. എക്സാം കഴിഞ്ഞിട്ടും അവരെ കാണാനുള്ള അവസരമുണ്ട്. ഈ എക്സാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വേറെ എവിടേക്കും പോകല്ല. എക്സാം കഴിഞ്ഞിട്ടും സമയമുണ്ട്, റൈറ്റ്? അപ്പോൾ എല്ലാ എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് പിന്നെയും പരിചയം പുതുക്കാനുള്ള ടൈം കാര്യങ്ങളൊക്കെ കിട്ടും. സോ അതിൻ്റെ ബാക്കിലൊന്നും പോകാണ്ട് നിങ്ങൾ സെൽഫിഷ് ആവുക. ഐ വാസ് സെൽഫിഷ് ഇൻ മൈ ഓൺ വേ. ഐ ഹാഡ് മൈ ഓൺ ഈഗോ. എനിക്കിത് എത്രയും പെട്ടെന്ന് ക്ലിയർ ആവണം, എനിക്ക് എൻ്റെ ലൈഫിൽ മുന്നോട്ടേക്ക് പോകണമെന്ന് പല രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ എനിക്ക് എൻ്റെതായ രീതിയിലുണ്ടായിരുന്നു. നിങ്ങൾക്കത് ഉണ്ടാവട്ടെ. ആൻഡ് വൺ മെയിൻ തിങ്, നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ പോകുമ്പം നെക്സ്റ്റ് ലെവൽ ഈസ് ഗോയിങ് ടു ബി യുവർ ആർട്ടിക്കിൾഷിപ്പ്. സോ ആർട്ടിക്കിൾഷിപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് യു ആർ ഗെറ്റിംഗ് മോർ ഇൻഡിപെൻഡൻസ് ഇൻ യുവർ ലൈഫ്. നിങ്ങൾ അഡ്വൈസുകളായിക്കോട്ടെ, നിങ്ങളുടേതായ ലൈഫിലെ പല ചോയ്സുകളും നിങ്ങളുടേതായി മാറാൻ പോകുന്ന ഒരു 2 വർഷമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അവിടെ കയറാൻ പറ്റട്ടെ. മാർച്ച് 5-ൻ്റെയും 10-ൻ്റെയും ഇടയിൽ, അല്ലെങ്കിൽ മാർച്ചിന് 1-ൻ്റെയും 10-ൻ്റെയും ഇടയിൽ നിങ്ങളുടെ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ഏത് ഗ്രൂപ്പാണോ, നിങ്ങൾ ബോത്ത് ഗ്രൂപ്പ് ആണെങ്കിൽ 2 സക്സസ്ഫുൾ വരട്ടെ, ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ അതിന് സക്സസ്ഫുൾ ആവട്ടെ, ഒരു ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പ് മാത്രം എഴുതുന്നതാണെങ്കിൽ അവർ പാസ്സായിട്ട് അത്രയും പെട്ടെന്ന് അടുത്ത ലെവലിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ വഴിയെ നടന്നവരാണ് നമ്മളും എൻ്റെ
സീനിയേഴ്സും എൻ്റെ ജൂനിയേഴ്സും എൻ്റെ സ്റ്റുഡൻസും നമ്മളെല്ലാവരും ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. സോ നിങ്ങളും എത്രയും പെട്ടെന്ന് എത്തണം. വേറെ ഒന്നുമില്ല, ഒരു തരത്തിലും പാനിക് ആവരുത്. ഇനി അഥവാ കാൽക്കുലേറ്റർ എടുക്കാൻ മറന്നു, എവിടെയെങ്കിലും അറേഞ്ച് ചെയ്യാം. ഇനി ഹാൾ ടിക്കറ്റ് പ്രിൻ്റ് എടുക്കാൻ മറന്നു, എക്സാം ആളെന്ന് ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒഫീഷ്യൽസിനോട് ചോദിച്ചാൽ അവർ അറേഞ്ച് ചെയ്ത് തരും. എന്ത് വന്നാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ധൈര്യം കാണിക്കുക, ചങ്കൂറ്റം കാണിക്കുക, കുറച്ചുകൂടി മെച്യൂർ ആവുക. ഇത് നിങ്ങളുടെ ലൈഫിലെ ലാസ്റ്റ് ഇൻ്റർമീഡിയറ്റ് എക്സാം ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഡെഫിനറ്റ്ലി യു ആർ ഗോണ ബി ദ വിന്നേഴ്സ് ഓഫ് ടുമോറോ. ഓൾ ദ വെരി ബെസ്റ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്.